ആൻഡ് ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ ടു കൊടൈക്കനാൽ. കഴിഞ്ഞ 2 ദിവസമായിട്ട് ലൈഫിൽ കുറേ നല്ല മൂമെൻറ്റ്സും മെമ്മറീസും വ്യൂസും ഒക്കെ തന്ന പ്രിൻസസ് ഓഫ് ഹിൽസിനോട് ഞങ്ങൾ ബൈ പറയുകയാണ്. സോ വെൽക്കം ടു ദ ഫൈനൽ പാർട്ട് ഓഫ് അവർ കൊടൈക്കനാൽ ട്രിപ്പ്. അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇപ്രാവശ്യം മലയിറങ്ങാനാണ് പ്ലാൻ. കാരണം പോകുന്ന വഴി ഒന്ന് വാൽപ്പാറയും കൂടി കണ്ടിട്ട് വേണം പോവാൻ. ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 4.5 hours വേണം കൊടൈക്കനാലിൽ നിന്ന് വാൽപ്പാറയ്ക്ക് എത്താൻ. കൊടൈക്കനാലിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്നറിയില്ല, കൊടൈക്കനാലിൻ്റെ ഹിൽസ് കയറുമ്പോഴും തിരിച്ചു വരുമ്പോഴും നമ്മളെ ആ ഒരു ഹെയർ പിന്നിൽ നിന്ന് ബ്യൂട്ടിഫുള്ളായി കാണിക്കുന്നത് ആലിയാർ ഡാമിൻ്റെ വ്യൂ ആണ്. അങ്ങനെ ആലിയാർ ഡാമിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ പൊള്ളാച്ചി വാൽപ്പാറ വഴി പിടിക്കാം. പൊള്ളാച്ചി എത്തണ്ട അതിനു മുമ്പായിട്ട് ആനമല വാൽപ്പാറ അല്ലെങ്കിൽ ആനമല ഉടുമൽപേട്ട് റൂട്ട് പിടിക്കാം. അപ്പോഴാണ് വാൽപ്പാറയ്ക്ക് പോകാൻ പറ്റുക. കേരളത്തിലെ റോഡുകൾ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ റോഡ് കുറച്ചും കൂടി ബെറ്ററാണ്. അതിപ്പോൾ വില്ലേജിൽ കൂടെ പോകുകയാണെങ്കിലും നല്ല വ്യൂയോട് കൂടി നമുക്ക് നല്ല കംഫർട്ടായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉടുമൽപേട്ട് എത്തുമ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി വ്യൂ കിട്ടും. അതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. ഒരു ഹില്ല് റോട്ടിൽ കൂടെ തന്നെ നമുക്ക് ആ ഒരു ഹില്ല് കാണാൻ പറ്റും. അങ്ങോട്ട് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലാത്ത കാരണം ഞങ്ങളുടെ യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചധികം യാത്ര ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ ആനമല ടൈഗർ റിസർവ് എത്തി. ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട്, നമ്മുടെ വണ്ടിക്കും ടിക്കറ്റ് ഉണ്ട്, പിന്നെ നമുക്കും ടിക്കറ്റ് ഉണ്ട്. പെർ പേഴ്സൺ ആണ് ടിക്കറ്റ് വരുന്നത്. പക്ഷെ ടിക്കറ്റ് റിയലി വേർത്താണ്. കാരണം റോഡ് അത്രയും സൂപ്പറാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ ഒരു കുണ്ടുകൂടി പോലും ഇവിടെ കാണാനുണ്ടായിരുന്നില്ല. വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു ഈ ഒരു റോഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റൈഡ് ഭയങ്കര സ്മൂത്തായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 40 ഹെയർ പിൻസ് നമുക്കിവിടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു 40 ഹെയർ പിന്നിലും നമുക്ക് ടയേർഡാവുക, ഒരു ചടപ്പ് വരെ നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതും ഈ ഒരു സ്കൂട്ടിയിൽ പോകുമ്പോൾ പോലും നമുക്ക് ആ ഒരു ടയേർഡ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും അടിപൊളിയായിരുന്നു ഈ ഒരു റൂട്ടും ഇതിൻ്റെ വ്യൂവും പിന്നെ ഈ റോഡും. എല്ലാ ബൈക്കേഴ്സും പറയുക ഈ ഒരു റൂട്ടാണ് ബൈക്കേഴ്സിൻ്റെ അടിപൊളി റൂട്ടെന്ന്. ഇതുകൂടാണ്ട് മസിനഗുഡി വഴി ഊട്ടിക്ക് പോണ റൂട്ടും അടിപൊളിയാണെന്ന് പറയാറുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി കാടേരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാൽപ്പാറ എത്തിയിട്ട് വാൽപ്പാറയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റി കണ്ടിട്ട് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു. വാൽപ്പാറയിൽ നിന്ന് നൈസായിട്ട് ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാൽപ്പാറയിൽ ഒരു മലയാളി ഇക്ക നടത്തുന്ന ഒരു ചായക്കട ഉണ്ട്. അവിടെ നല്ല പൊറോട്ടയും ബീഫ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറി അതൊന്ന് ട്രൈ ചെയ്തു. പൊറോട്ടയും ബീഫ് അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കട ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. വാൽപ്പാറയിൽ നിന്ന് നേരെ പോയത് ഷോളയാർ ഡാം വഴിയാണ് കേട്ടോ. ഷോളയാർ ഡാമൊക്കെ ഒന്ന് ജസ്റ്റ് അങ്ങോട്ട് കണ്ടിറങ്ങിയിട്ട് ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്നു. അവിടെ നമുക്ക് മലയാളീസ് ആയതുകൊണ്ട് നമുക്ക് ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവർക്ക് ഫീ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊതുവെ കൊച്ചിയിലെത്തിയാൽ കൊച്ചി എത്തി എന്ന് പറയാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെയായിരുന്നു ഞങ്ങൾ കേരളം ക്രോസ് ചെയ്തപ്പോൾ. കേരളം എത്തിയത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റി. കാരണം അത്രയും നേരം സ്മൂത്തായി വന്ന റൈഡ് പിന്നെ ഫുള്ള് കുഴിയിൽ വീഴലും അതും ഇതും തേങ്ങ വാങ്ങാനായിരുന്നു. അത്രയും മോശമായിരുന്നു ആ റോഡ്. മലക്കപ്പാറ അതിരപ്പള്ളി വഴിയുള്ള റോഡ് ഞങ്ങൾ പോയ ടൈമിലുണ്ടായി. ഇപ്പം അവിടെ കുറച്ച് ടാറൊക്കെ ചെയ്ത് ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, കാരണം കറക്റ്റ് എനിക്കറിയില്ല. എന്നാലും ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ കുറേ നേരം കാട്ടിലൂടെ വണ്ടി ഓടിച്ചിട്ട് അതിരപ്പള്ളി വാഴച്ചാലൊക്കെ കവർ ചെയ്തിട്ട് അതിരപ്പള്ളി വാഴച്ചാലൊന്നും കയറാൻ പോയില്ല. ഞങ്ങൾ മുന്നേ പോയുള്ളത് കാരണം അതൊക്കെ സ്കിപ്പ് ചെയ്തു. നേരെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ വന്ന് കുട്ടനല്ലൂർ ആലിബാബയിൽ കയറി കുറച്ച് ഫുഡൊക്കെ അടിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മെല്ലെ വീട്ടിലേക്ക് പോയി. അതായിരുന്നു ഞങ്ങളുടെ 3 ഡേ വരുന്ന കൊടൈക്കനാൽ വാൽപ്പാറ ട്രിപ്പ് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്